നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. ഈ 2025 മെയ് മാസം 14 തീയതി വ്യാഴം രാശി മാറുകയാണ്. 2026 ജൂൺ 2 വരെ മിഥുനം രാശിയിൽ നിൽക്കും. ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള രാശിക്കൂറുകാരും നക്ഷത്രത്തെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഇടവൻ രാശിക്കാർക്ക് കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് വേഴം 2-ലാണ് നിൽക്കുന്നത്. 2 വേഴം നിൽക്കുമ്പോൾ സൗമ്യേ വിത്തകതെ പുരാർജിതധന നാമേവ വൃത്യുൽഭവ പ്രാപ്താപ്തർ ഭരണീയരഞ്ജന സുഖം പൃഷ്ഠേതിയായാൽ ഫലോനാണ്. അപ്പൊ 2-ല് വരുമ്പോൾ പുരാർജിതനം പൂർവിക സ്വത്തുവകകൾ നാമം വെറും പേരിന് മാത്രമേ ഉള്ളെങ്കിലും ഏവ വൃത്തി ഉത്ഭവ വൃത്തിപ്പെട്ടു വരും. പ്രാപ്താപ്തർ നമുക്ക് എന്ത് കാര്യവും പ്രാപിച്ച് ജയിക്കാനും വിദ്യ, ഉദ്യോഗ, ധന ഇതിലൊക്കെ നേട്ടം, ബിസിനസ്സിലെ പ്രവർത്തന രംഗങ്ങളിലൊക്കെ മെച്ചം കിട്ടാനും ഏത് കാര്യവും ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനും പറ്റും. ഭരണീയ ജനം, സർക്കാർ, കോടതി അധികാരികളിൽ നിന്ന് പ്രീതി, സഹായം കിട്ടും. പൃഷ്ഠേതിയായാൽ എല്ലാ ഭാഗ്യങ്ങളും വന്നുചേരും. ജാതകത്തിലും കൂടെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഭാഗ്യങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവയോഗ്യമാവും. പലവരും പറയണത് കേൾക്കുന്നത് സുഖമുണ്ട്, പക്ഷെ ജീവിതത്തിൽ കിടന്ന് നിലയിക്കുകയെന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട്. അവരുടെ ജാതകത്തിൽ ഗ്രഹങ്ങളെല്ലാം പിഴച്ചു നീക്കണമെങ്കിൽ ഒരു കാലത്തും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അനുകൂലമായിട്ട് നീക്കണമെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. പിന്നെ രക്ഷപ്പെടാൻ സാധ്യത ഇല്ലാത്തവർ അവരുടെ അധ്വാനം, ഭക്തി, ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ ഉന്നതിയിലെത്താനുള്ള കഴിവുകളും കാര്യങ്ങളും ഭഗവാൻ തരും. ഒന്നുമില്ലാത്തവർക്കും കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റും. വിധിയെയും മതി കൊണ്ട് വെല്ലല എന്നാണ്. വിധിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിച്ച് കഴിയരുത്. മതി ബുദ്ധി ഉപയോഗിച്ചും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും പരിശ്രമം കൊണ്ടും ഒരു ഗതി ഇല്ലാത്തവർക്കും പുരോഗതി കിട്ടാനും അധോഗതി മാറി കിട്ടാനുള്ള അവസരം കിട്ടും. മിഥുനക്കൂറുകാർക്ക് മകയിരത്തിന്റെ അവസാനം 30 നാഴിക, തിരുവാതിര, പുണരത്തിന്റെ 3/4 വരെയുള്ള നാളുകാർക്ക് വേഴം 1-ലാണ്. അപ്പൊ സുഖസ്ഥിതി, ജയ, ആരോഗ്യ, അർത്ഥസമ്പത്തയ, കീർത്തിസ്ഥാന വിശേഷ ലബ്ധിരീതി വിജ്ഞേയങ്ങളും പ്രത്യേകത. അപ്പൊ സുഖസ്ഥിതി കിട്ടും. ജയ, എല്ലാ കാര്യങ്ങൾക്കും ജയം കിട്ടും. ആരോഗ്യവും കിട്ടും. അർത്ഥസമ്പത്ത്, സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും. വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നേടാൻ പറ്റാത്തത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് വന്നു ചേരുന്ന അവയുടെ വസ്തു, ധനം, ഗ്രഹം, വാഹനം, സമ്പത്ത്, സന്തതി, ഐശ്വര്യമൊക്കെ കിട്ടി നമ്മൾ വെറും ദരിദ്രമായിട്ട് കിടക്കണം. ഒന്നുമില്ലാത്ത സീറോയായിട്ടിരിക്കുന്ന ആള് സീറോയായിട്ട് വന്ന് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമാധാനം, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിക്കിട്ടാനും സർക്കാർ അധികാരികളിൽ നിന്ന് സഹായം കിട്ടാനും നമ്മൾ ഏത് വിദ്യയും പ്രവൃത്തിയും ചെയ്യുന്നു അതിലൊക്കെ ഉന്നതിയായിട്ട് വരാനും ഉള്ള യോഗമുണ്ട്. മകം, പൂരം, ഉത്രത്തിൽ 4 വരെയുള്ള ചിഹ്ന കൂറുകാർക്കും നല്ലതാണ്. വേഴം 11-ലാണ് നിൽക്കുന്നത്. അപ്പൊ 11-ല് വേഴം നിൽക്കുന്നത് അവർക്ക് ഭയങ്കര അനുഗ്രഹമാണ്. 8 ശനി നിൽക്കുന്നത് ഏറ്റവും വലിയ ദുരന്തമാണ്. അപ്പൊ അതുകൊണ്ട് വേഴം 11 നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദോഷമാണെന്ന് കരുതി ടെൻഷൻ അടിക്കാതെ വാശിയും വിരോധവും ഒന്ന് മാറ്റി വെച്ച് നിങ്ങളെല്ലാവരോടും സ്നേഹിച്ച് നിന്നാൽ 11-ാം വേഴം എന്ന് പറയുന്നത് ഭയങ്കര നേട്ടമാണ്. ഇതൊക്കെ കിട്ടും. വിദ്യാരോഗ്യം, ദീർഘായുസ്സും ആരോഗ്യവും കിട്ടും. ശനി 8 നിന്നാൽ മരിക്കണമെന്ന് തോന്നി നമ്മളെ കൊല്ലാതിരുന്നാൽ മതി. ഭഗവാൻ നമ്മളെ ഉയരെടുക്കില്ല. നമ്മളെ ഉയര് നമ്മളെടുക്കാതിരുന്നാൽ മതി. ഇപ്പോഴാണ് നമ്മളെ ഉയര് നമ്മളെടുക്കണം. ജീവിതം നഷ്ടപ്പെട്ട്, ഭാഗ്യം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, ഭാര്യ നഷ്ടപ്പെട്ട്, ഭർത്താവ് നഷ്ടപ്പെട്ട് എല്ലാവരും വിരോധിച്ച് പോകുമ്പോഴാണ് നമുക്കാരുമില്ല, ഒന്നുമില്ല, ഇനി ജീവിതം വേണ്ട, ജീവിക്കണ്ട എന്ന് തോന്നുന്നത്. പക്ഷെ 11-ല് വേഴം നിൽക്കുമ്പോഴാ വിദ്യാരോഗ്യം, ദീർഘായുസ്സും ആരോഗ്യം കിട്ടും. 2 കൃഷ്ണനെ അനുകൂലെ പ്രായോ അനുകൂലാക സകലാചദേവ, എല്ലാ ദേവന്മാരുടെയും അനുകൂലം. നിങ്ങൾ ഇത്രയും കാലം അമ്പലത്തിലും ജ്യോത്സ്യന്മാരുടെ അടുത്തും മന്ത്രവാദികളുടെ അടുത്തും ഒക്കെ പോയി തൊഴുതിട്ട് ഒരു ഗതിയില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്ത പ്രാർത്ഥനയുടെ
പൂജ ചെയ്ത് ഒക്കെ പുണ്യം നമുക്ക് കിട്ടും. അങ്ങനെ ലാഭങ്ങളും ഐശ്വര്യങ്ങളും കിട്ടും. കോടി ദോഷം ഉണ്ടെങ്കിലും മാറി നല്ലത് വരും. 4 പിച്ചക്കാരൻ കോടീശ്വരനാവും. ഒന്നും ഇല്ലാത്ത ഒരു ആളാണെങ്കിലും എല്ലാ തരത്തിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഈശ്വരാനുഗ്രഹം വളരെയധികം അനുഗ്രഹിച്ചു വരുന്ന സമയമാണ് 11 വേഴം നിൽക്കുന്നത്. വിഷണെ അനുകൂലെ പ്രായോ അനുകൂലാക സകലാച സർവ്വദേവന്മാരുടെയും അനുകൂലം കിട്ടും. ദൈവങ്ങളുടെ അനുകൂലം ഉള്ളപ്പോൾ നമുക്ക് എല്ലാ ദുരിതങ്ങളും, രോഗമായിരുന്നാലും ശത്രുവായിരുന്നാലും തടസ്സമായിരുന്നാലും വിഷമമായിരുന്നാലും എല്ലാം മാറിക്കിട്ടുമെന്നാണ് ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുമ്പോഴുള്ള ഫലം. കാരണം ഒരു ആശുപത്രിയിൽ പോയാലും ഡോക്ടർമാരെന്ത് പറയും, ഞങ്ങളിയാളെല്ലാം ചെയ്ത് ബാക്കി ഇനി ഈശ്വരന്റെ കയ്യിലാണ്. അതാണ് രോഗം കൊണ്ടുള്ള വിഷമം മാറിക്കിട്ടും, ഈശ്വരാനുകൂല്യം കൊണ്ട് രക്ഷപ്പെടും എന്ന് പറയും. ചിലൊരു പൂജയോ മന്ത്രമോ തന്ത്രമോ എന്തെങ്കിലും ചെയ്താലും ഈശ്വരന്റെ സഹായം കൂടുതലുണ്ടെങ്കിൽ നല്ല ഒരു പൂജ ചെയ്താൽ അത് 100 പൂജയുടെ പുണ്യം കിട്ടും. അത് ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത സമയത്ത് 100 പൂജ ചെയ്താൽ ഒരു പൂജയുടെ പുണ്യം കിട്ടും. ഒരു കോടതിയിൽ പോയാലും ജാമ്യം പോലും കിട്ടാത്ത കേസായിരുന്നാൽ പോലും ഈ വേഴ അനുകൂലിച്ചു വരുമ്പോൾ നമ്മൾ കുറ്റവാളി എന്നുള്ളത് മാറി നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യം വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കുരുക്കുകൾ എന്നൊക്കെ നിയമപരമായിട്ട് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നമ്മളെ കുരുക്കാൻ ശ്രമിച്ചാൽ പോലും നമുക്ക് രക്ഷപ്പെട്ടു വരാം. അതാണ് ഉത്തത്തിന്റെ മുക്കാൽ അത്തം ചിത്തിരയിലര കന്നിക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. വേഴം 10 വരും. 10 വേഴം വരുമ്പോൾ ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും ഉള്ള ജോലി പ്രവൃത്തിപ്പെട്ടു വരാനും യോഗമുണ്ട്. 10 എന്ന് വെച്ചാൽ തൊഴിലാണ്. അപ്പൊ അതുകൊണ്ടും നമുക്ക് ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകൾ തൊഴിൽപരമായിട്ടുള്ള പ്രവൃത്തി, വിദേശയാത്രാ ഗുണം, സന്താനത്തിന് വിദ്യ, ഉദ്യോഗം, അധികാര, സമ്പത്ത്, സൗഭാഗ്യം കിട്ടാൻ യോഗം. മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകാനുള്ള അതിയായ ഭാഗ്യം യോഗമുള്ള സമയമാണ്. മരുന്നും മന്ത്രവും കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ശാശ്വതമായ വിജയങ്ങളും നേട്ടങ്ങളും കൈവരിക്കാൻ പറ്റുന്ന സാമ്പത്തിക നേട്ടങ്ങളോ അംഗീകാരങ്ങളോ അവസരങ്ങളോ എല്ലാം കിട്ടി നമുക്ക് വളരെ ജീവിത നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. 10 വേഴം. ചിത്തിരയിലര ചോതി വിശാഖത്തിന്റെ മുക്കാല് തുലാക്കൂറുകാർക്ക് വേഴം 9-ലും 10-ലും 11-ലും നിൽക്കുന്ന കാലമാണ്. വരണം 3 വർഷം. അവർക്ക് 9-ലെ വേഴം സഞ്ചരിക്കുമ്പോൾ ഗുരുജന മനസ്സ് ഈശ്വരാണ് പ്രസാദം. ഗുരുജന്മാര്, ഈശ്വരന്മാര് എല്ലാവരും പ്രസാദിക്കും. വൃദ്ധർഭാഗ്യസധർമ്മസ്യ ഭാഗ്യധർമാദികളെ പ്രവൃത്തിപ്പെട്ടു വരും. ശുഭതപസന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ നേടിക്കിട്ടും. പൗത്രം സൗഖ്യം, പുത്രന്റെ പുത്രം, പൗത്രമ്മക്കും പിള്ളേർക്കും പിള്ളേർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രവൃത്തികളും പുരോഗതികളും കിട്ടും. അങ്ങനെ നമ്മൾ സീറായിട്ടിരിക്കുന്ന ഒരാൾ സീറായിട്ട് വരും. അംഗീകാരങ്ങളും ആശ്രമങ്ങളും അമ്പലങ്ങളും യാഗങ്ങളും ഹോമങ്ങളും കർമ്മങ്ങളും ഒക്കെ നടത്താനുള്ള അവസരവും അതിൻ്റെ ശ്രേയസ്കരമായ പുണ്യങ്ങളും നമുക്ക് കിട്ടും. ഇപ്പം അടുത്തുള്ളൊരു അമ്പലത്തിൽ തന്നെ ഒരു യാഗവും ഹോമവും ഒക്കെ നടത്തണമെങ്കിൽ നമ്മളവിടെ പോയാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആ പൂജയുടെ പുണ്യം നമുക്ക് കിട്ടും. ഇങ്ങനെ നല്ല ഐശ്വര്യത്തോട് കൂടി രക്ഷപ്പെടാൻ പറ്റും. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് 7-ലാണ് വേഴം വരുന്നത്. വേഴം 7 നിൽക്കുമ്പോൾ സൗമ്യ സപ്തമകെ നിവാസമൊക്കെ കുടുംബസൗഖ്യം ഇതൊക്കെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കള്, ധനങ്ങളൊക്കെ കിട്ടും. വിദേശ യാത്ര, പ്രവൃത്തി ഗുണങ്ങളൊക്കെ ഉണ്ട്. സന്താനങ്ങൾക്കും വിവാഹവും വിദ്യയും ഉദ്യോഗവും അധികാരവും ഒക്കെ കിട്ടും. അധികമായ നേട്ടവും ഭാഗ്യങ്ങളൊക്കെ കിട്ടും. സ്വസ്ഥത കിട്ടും. നിങ്ങൾ ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട, ആരും വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നല്ല സ്നേഹവും ഇഷ്ടവും ബന്ധവും ഒക്കെ നമുക്ക് തേടിയെത്തുന്നത് പോലെ വന്ന് കാലിച്ചുറ്റുന്നതും നമുക്ക് നേട്ടങ്ങൾ കിട്ടുന്നതും നമുക്ക് ഉപേക്ഷിക്കാവുന്ന തരത്തിലുള്ള പല തടസ്സങ്ങളും ഉപേക്ഷയല്ല അപേക്ഷയായിട്ട് നമുക്ക് തോന്നുകയും നല്ലതായിട്ട് രക്ഷപ്പെടുകയും ചെയ്യുന്ന നേട്ടങ്ങളുണ്ടാകും. കുംഭക്കൂറുകാർക്ക് 5-ലാണ് വേഴം വരുന്നത്. 5-ല് വേഴം വരുമ്പോഴാണ് പുത്രലാഭോ അഥവാ ആരോഗ്യം, ദീപവിബോധയശ, മനസന്തോഷ, പുണ്യോദയം. കുംഭക്കൂറെന്നുള്ള അവിട്ടത്തിന്റെ അവസാനം ചതയം, പൂരിരുട്ടാതി, മുക്കാല് വരെയുള്ള സമയം നോക്കാണ് വേഴം 5-ല് വരുന്നത്. അപ്പൊ 5 വേഴം വരുമ്പോൾ സന്താന ലാഭം, ബുദ്ധി, ശക്തി, മനസ്സിന് സന്തോഷം, പുണ്യം, അംഗീകാരങ്ങൾ, അവസരങ്ങൾ ഒക്കെ കിട്ടുന്നതും സന്തോഷവും സമൃദ്ധിയും കിട്ടുന്നതും എന്ത് കാര്യത്തിന് വിചാരിച്ചാൽ അതൊക്കെ നേടി കിട്ടുന്നതും രോഗശാന്തി, ശത്രുജയം, വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനൊക്കെ ഉള്ള യോഗം, കിട്ടാതെ കിടക്കണ
വസ്തുധനം പണം ഇതൊക്കെ കിട്ടുന്നതൊക്കെ ഈ കുംഭരാശിക്കൂറുകാർക്ക് വേലാഴ്ച നിൽക്കുമ്പോൾ കിട്ടും. മീനൻ രാശിക്കൂറ് എന്ന് വെച്ചാൽ ഉത്രാതി രേവതി ഉരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക അവർക്ക് വേഴം 4ലും 5ലും ഒക്കെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വേഴം 4 നിൽക്കുമ്പോൾ ക്ഷേത്രം, സുഖം, വാഹനമാണ്. വീട്, വസ്തു, കെട്ടിടം, വാഹനം. വീടും വസ്തുവും കെട്ടിടവും വാഹനമൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തെന്ന് വിചാരിച്ചാൽ അവർക്ക് വളരെ വലിപ്പത്തിലുള്ളൊരു വീട് വാങ്ങിക്കാനോ കാറ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ കൂടിയ വാഹനങ്ങൾ വാങ്ങിക്കാനോ ഒക്കെ ഉള്ള ചാൻസുകളുള്ളൂ. കലഹിച്ച് ഭിന്നിച്ചിരിക്കുന്ന എല്ലാവരും ഒന്നിച്ചു വരാനും അവരുടെ പ്രവർത്തന രംഗങ്ങളിൽ പുരോഗതി, ശോഭനമായ സ്ഥിതി കിട്ടാനും അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ കിട്ടാനും രോഗങ്ങളും നിശേഷവും മാറി ആരോഗ്യമുള്ള ഒരാളായിട്ട് മാറാനും നിയമ നടപടികൾ, കോടതി നടപടികളിൽ ഒക്കെ നമുക്ക് അനുകൂലമായ വിധികൾ കിട്ടാനും സമാധാനവും സന്തോഷവും മനസ്സുമൊക്കെ കിട്ടാനും യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് എല്ലാ ഐശ്വര്യ പ്രവൃത്തികളും ഈ കൂറുകാർക്കും ഉണ്ട്. നമ്മളെ ജാതകം പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴയ ഭാഗ്യമില്ലാത്ത ഒരാളൊക്കെ ആണെങ്കിൽ ഒരു കാലത്തും രക്ഷപ്പെടില്ല. കാരണം ഗാന്ധാരി 101 മക്കളുള്ള ഗാന്ധാരി 5 ഭർത്താവുള്ള പാഞ്ചാലിയോട് കഥ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യവന്തം പ്രസൂതയ മാ ശൂരം മാ ആചാര്യ പണ്ഡിതോ. ഭാഗ്യമുള്ള ഒരു മകനെ കെട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഭാഗ്യമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഭാഗ്യമുള്ള ഒരു ഭാര്യയെ കിട്ടിയാൽ മതി. മാ ശൂരം, എനിക്ക് ശൂരനെയും വേണ്ട, മാ ആചാര്യ പണ്ഡിതൻ, എനിക്ക് ആചാര്യനെയും വേണ്ട, പണ്ഡിതനെയും വേണ്ട. വലിയ ആചാര്യനും ശൂരനും പണ്ഡിതനും ഒക്കെ വീട്ടിലുണ്ടായിട്ട് എന്തൊരു കാര്യം? ഭാഗ്യമുള്ള ഒരാള് നമുക്ക് വേണം എന്നാണ്. അപ്പൊ ഭാഗ്യം കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ടേ കിട്ടും. ഈശ്വരാനുഗ്രഹം ഉള്ളവരാണ് ഏറ്റവും ടോപ്പിൽ നമ്മുടെ സമൂഹത്തിൽ ഉന്നത ജോലി, അധികാരം, പ്രതാപം, കീർത്തി, ആശ്രയ, സ്പോർട്സ് എല്ലാ മേഖലയിലും ഏറ്റവും ഉന്നതി നിൽക്കുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്, അവരുടെ അടിസ്ഥാനം ഈശ്വരാനുഗ്രഹമാണ്. അതുകൊണ്ട് ചുമ്മാ ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ജ്യോതിഷവും ഒക്കെ ആക്കുവാണോ പഠിക്കാൻ എന്ത് വേണോ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനാ ജീവിതത്തിനാ നമ്മൾ പഠിക്കാൻ ഉപയോഗിച്ച ഫീസെങ്കിലും കിട്ടുന്ന തരത്തിലൊരു നേട്ടം കിട്ടണമെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ കോടികൾ ചിലവാക്കി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ധാരാളം നമ്മളെ കുടുംബത്തിലും ഉണ്ട്. പക്ഷെ ഈ പൈസ മുടക്കിയത് എന്തിനായിരുന്നു? നമുക്കൊരു പൊസിഷൻ കിട്ടും, ജോലി കിട്ടും, ഒരു മേഖലയിൽ എത്തപ്പെടാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താണ് എൻ്റെ ലക്ഷ്യം? നമുക്ക് പഠനം മാത്രം പോരാ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പൈസയും ഭാഗ്യവും പുരോഗതി, അഭിവൃദ്ധിയും നേട്ടങ്ങളും സമൂഹത്തിൽ നിലയും വലിയ അംഗീകാരവും. അത് കിട്ടാതെ പോകുമ്പോഴല്ലേ നമ്മൾ ടെൻഷൻ അടിച്ച് വിഷമിച്ച് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും കിട്ടുന്നതിന് വേണ്ടി നിങ്ങളെ കുടുംബക്ഷേത്രത്തിൽ പോകണം. ഏത് മതത്തിൽ ജനിച്ച ആളായിരുന്നാലും മതപരമായിട്ടുള്ള പ്രാർത്ഥന, നോമ്പ്, നിസ്കാരം, നേർച്ച, കുർബാന എന്തൊക്കെ വേണം നടത്തണം. എല്ലാ അമ്പലങ്ങളിലും എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലത്തും പോകണം. കാരണം എൻ്റെ ദൈവമാണ് വലുത്, എൻ്റെ ദൈവം തെറ്റാണെന്ന് പറയുന്നത്. എല്ലാ ദൈവങ്ങളെയും നമ്മൾ അമ്പലത്തെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിച്ച് നമ്മളെല്ലാം നന്മ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ജീവിച്ച നിനക്ക് സീറോയിൽ നിന്നും സീറോ അല്ല സ്റ്റാറായിട്ട് ജീവിക്കാനുള്ള പൂർണ്ണ അധികാരം ഭഗവാൻ നിങ്ങൾക്ക് തരും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തില് അമാവാസി തോറും ദർശനം, വഴിപാട്, പൂജ ഇതൊക്കെ നടത്തിയ വളരെ ഐശ്വര്യവും പ്രവൃത്തിയും പുരോഗതികളും തീർച്ചയായിട്ടും നിങ്ങൾക്ക്. അമാവാസി ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മുത്തഞ്ചി ഹോമം, 4 മണിക്ക് മരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, അതേപോലെ പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ആരതി മുതലായ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ക്രിയാദികൾ പോലെ കാലഭൈരവ പൂജകൾ ഗംഭീരമായിട്ട് ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് നടത്തിപ്പോരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെയും പത്മനാഭ സ്വാമിയുടെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.